രണ്ട് ഘട്ടമായി സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. 2027 മാർച്ച് 1 അടിസ്ഥാനമാക്കിയാണ് വിവരശേഖരണം നടത്തുക. സെൻസസിന്റെ ഭാഗമായി ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും നടത്തും. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, എങ്ങനെയാണ് സെൻസസ് നടപ്പാക്കാൻ പോകുന്നത്? ഒപ്പം തന്നെ ഈ ജാതി തിരിച്ചുള്ള കണക്കെന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണ്? 2021 നടക്കേണ്ട സെൻസസ് ആണ് ഇപ്പോൾ 6 വർഷം വൈകി 2027 നടത്തുവാൻ വേണ്ടി അതിന്റെ നടപടികൾ ആരംഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇന്ന് ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ 2 ഘട്ടമായി സെൻസസ് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2027 മാർച്ച് 1 അടിസ്ഥാനമാക്കിയാണ് ഈ വിവരശേഖരണം നടത്തുക. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീരിൽ ഈ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന സ്ഥലങ്ങൾ, ലഡാക്ക് എന്നിവിടങ്ങളിൽ 2026 ഒക്ടോബർ 1 അടിസ്ഥാനമാക്കിയാണ് വിവരശേഖരണം നടത്തുകയെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, ഈ 2027 സെൻസസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് നടത്തുമെന്നതാണ്. നേരത്തെ ഇത് സംബന്ധിച്ച കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. കാരണം പ്രതിപക്ഷം ഉൾപ്പെടെ ജാതി സെൻസസ് ആവശ്യമാണ് എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. ഇതിനുശേഷം കേന്ദ്ര മന്ത്രിസഭാ യോഗം ഈ ജാതി തിരിച്ചുള്ള കണക്ക് സെൻസസിന്റെ ഭാഗമായി എടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ കണക്കെടുപ്പും ഈ 2027 സെൻസസിന്റെ ഭാഗമായി എടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 3 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു നടപടിക്രമത്തിന് ശേഷമായിരിക്കും, അതായത് 2030 ആയിരിക്കും സെൻസസിന്റെ ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാൻ വേണ്ടി സാധ്യത എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്ന ഫലത്തിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഈ സെൻസസ് കണക്കുകൾ പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. ഇന്നും 2 വർഷത്തോളം വൈകി ഈ സെൻസസ് നടപടികൾ ആരംഭിക്കുന്നതിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിട്ടുണ്ട്. കാരണം ഈ 2021 നടക്കേണ്ട സെൻസസ് ഇനിയും വൈകിക്കരുത് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടത്.